ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 3. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഡോളോമൈറ്റ്സ് ആണ്. ഞാൻ എൻ്റെ പ്രീവിയസ് വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് വ്യൂ ആയിട്ടാണ് ഞങ്ങൾ ദിവസം തുടങ്ങിയത്. നല്ലൊരു എയർബിഎൻബി സ്റ്റേ ആയിരുന്നു. ഇത് ഫുഡ് ഹിൽസിലാണ് കേട്ടോ നമ്മുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. ആൻഡ് ഇനി നമുക്ക് മല കയറണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു മൂന്നാമത്തെ ദിവസം ഡോളോമൈറ്റ്സിൻ്റെ അന്ന് ഇത്തിരി സ്ലോ ആയിട്ട് നമുക്ക് തുടങ്ങാമെന്ന്. കാരണം ബാക്കി 2 ദിവസവും നമ്മൾ നല്ല ഹെക്റ്റിക് സ്കെഡ്യൂളായിരുന്നു. നമ്മൾ സൺറൈസിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഡേ ലൈറ്റിൽ നമുക്ക് ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മല കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പുറത്ത് വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു നെയ്ബർഹുഡായിരുന്നു. അപ്പുറത്തൊക്കെ കാണുന്നത് ഗ്രേപ്പിൻ്റെ വിന്യാർഡാണ് കേട്ടോ. ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂവിൽ കണ്ടതും ഗ്രേപ്പ് വിന്യാർഡ്സ് ആണ്. പക്ഷേ വിന്യാർഡിലൊന്നും നമ്മുടെ ഗ്രേപ്സ് ഉണ്ടായിരുന്നില്ല. കാരണം ഓട്ടം സീസൺ ആയതുകൊണ്ട്. അത് മാത്രമാണ് ഈ സീസണിൽ വന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട്. അങ്ങനെ നല്ലൊരു കോസി കാം പീസ്ഫുൾ മോർണിംഗ് ആയിരുന്നു. അങ്ങനെ സ്ലോ മോർണിംഗ് ആയിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങിയത്. അങ്ങനെ ഈ ഭംഗിയൊക്കെ കണ്ട് നിൽക്കുമ്പോഴേക്കും വേറൊരാൾ എണീറ്റു. അങ്ങനെ ഹെയ്സൂനെയും കൊണ്ടുവന്നു വ്യൂ ഒക്കെ കാണിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഭംഗിയൊക്കെ കണ്ട് നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ പോയി റെഡിയായി. ഹെയ്സു ഈ എൻറ്റയർ ഇറ്റലി ട്രിപ്പിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഏത് വീഡിയോ എടുത്താലും ഏത് ഫോട്ടോ എടുത്താലും അവൾ ചിരിക്കുകയാണ്. പോസ് ചെയ്യുമ്പോഴും ഒക്കെ ചിരിച്ചിട്ടുള്ള മുഖമാണ്. അതൊക്കെ ഞങ്ങൾക്ക് ആഡഡ് സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ ആസ് ന്യൂ പേരൻസ് നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ് ഹെയ്സോനെയും കൊണ്ട്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് അപ്പോൾ 5 months പ്രായമുള്ളൂ. ഇപ്പോൾ 6 months ആയി. എന്നാലും ആ ഒരു സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് സെറ്റാവോ, ട്രാവൽ ഓക്കെ ആയിരിക്കുമോ, അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ. പക്ഷേ അവളും ഈക്വലി ഞങ്ങളുടെ ഒപ്പം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. ആൻഡ് ഡോളോമൈറ്റ്സിലെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ബേബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഹി വാസ് ലൈക്ക് ആക്ച്വലി ഈ ബേബീസിനൊക്കെ 6 months ആകുമ്പോഴാണ് വിഷനൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്നത്. അപ്പോൾ ഹെയ്സുവിൻ്റെ ആ ഒരു വിഷനൊക്കെ ക്ലിയർ ആവുന്ന സമയത്ത് അവൾ ആദ്യം കാണുന്ന കുറേ കാഴ്ചകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ ഞങ്ങൾക്ക് പറ്റി. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇനി നമുക്ക് റെഡിയായിട്ട് ഓൺ ദ വേ കാണാം. നമുക്ക് കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ പതുക്കെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയി ആ നെയ്ബർഹുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഒരു പള്ളിയൊക്കെ കണ്ടിരുന്നു. അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി.
നമ്മൾ ഇറ്റലിയിൽ ഓരോ സിറ്റി എൻട്രി ചെയ്യുമ്പോഴും ഇതുപോലത്തെ ടോൾ ടിക്കറ്റ്സ് നമുക്ക് കിട്ടും. എന്നിട്ട് അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ എല്ലാ ടോൾസിലും നമുക്ക് കാർഡ് പേയ്മെൻറ്റ് വർക്ക് ചെയ്യും കേട്ടോ. പാർക്കിങ്ങിലായാലും കാർഡ് പേയ്മെൻറ്റ് തന്നെ ചെയ്താൽ മതി. പക്ഷേ ചില പാർക്കിങ്ങിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പാർക്കിങ്ങിലാണ് ബുദ്ധിമുട്ടായത്. 1.5 യൂറോസിന് അവർ കോയിൻ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രം ഞങ്ങൾക്ക് കോയിൻ യൂസ് ചെയ്യേണ്ടി വന്നു. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധം കാർഡ് പേയ്മെൻറ്റ്സ് തന്നെ വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇവനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ അതായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. കാരണം ആ ഒരു ഹസ്കി ഡാൻസ് ഭയങ്കര വൈറലായിരുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് മുന്നിൽ ആ ഒരു ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ലേക്കിലേക്ക് പോയി. ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. ദിസ് ഇസ് കോൾഡ് ലാഗോ ദി ബ്രൈസ്. ഇറ്റാലിയനിലെ ലേക്കിൻ്റെ പേരൊക്കെ പറയുമ്പോൾ ലാഗോ ദി ലേക്കിൻ്റെ പേര് അങ്ങനെയാണ് പറയുന്നത്. ലാഗോ മീൻസ് ലേക്ക്, ദി എന്ന് പറയുമ്പോൾ ഓഫ്, അങ്ങനെ ലേക്ക് ഓഫ് ബ്രൈസ്. ഇതുപോലെ കോമോൻ്റെ ആയാലും ഞാൻ പറഞ്ഞില്ലേ ലാഗോ ദി കോമോ എന്നാണ് പറയണേ. അങ്ങനെ ഞങ്ങൾ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ട്, ട്രീസൊക്കെ നല്ല ഓട്ടം കളേഴ്സിലായതുകൊണ്ട് ഒരു എക്സ്ട്രാ ഭംഗിയുണ്ടായിരുന്നു. വാട്ടറിൻ്റെ കളറായാലും അടിപൊളിയായിരുന്നു. ഒരു എമറോൾഡ് ഗ്രീൻ വാട്ടറായിരുന്നു. ബോട്ടിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഹേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. ബോട്ടിങ്ങിന് പോയെങ്കിൽ ഇത്തിരി കൂടി അടിപൊളിയായേനെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഞങ്ങൾ കണ്ടത് വെച്ച ഏറ്റവും ബെസ്റ്റ് വ്യൂ ഇതായിരുന്നു. ഈ ഒരു പോയിന്റ് വരെ കേട്ടോ. ഞങ്ങൾ ഇനി പോകുന്ന സ്ഥലങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നു ലാഗോ ദി ബ്രൈസിൽ ഞങ്ങൾ പോയപ്പോൾ കണ്ട വ്യൂവും ആ ഒരു എക്സ്പീരിയൻസും ടോപ്സ് ദ ലിസ്റ്റ്. പിന്നെ എന്ത് തോന്നുന്നു? Super. Aടിപൊളി. Sure. One more time over here. Yeah. ലാഗോ ദി ബ്രൈസിൽ ലേക്കിൻ്റെ ചുറ്റും ഒരു വാക്കിംഗ് ട്രെയിൽ ഉണ്ട് കേട്ടോ. ഹൈക്കിംഗ് പോലെയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പോവാം. നല്ല വ്യൂ ആണെന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ ലേക്കിൻ്റെ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. Beautiful, beautiful place. Life is so beautiful. സമയമില്ലല്ലോ. സമയം ഒക്കെ വേണ്ടിടാ. അടിപൊളി ഫുഡ്. too much beauty all at once. So hard to take all this. I think Dolomites is one place we would like to revisit again with a 3 or 4 day trip, so that we can actually soak in this place entirely. കാരണം it's such a wrong thing to come here for a half a day. Oof, this was beautiful. I think this was the best view of the trip, Lavina. അല്ലേ? പക്ഷെ അറിയില്ല, നമുക്ക് ഇനി എന്തൊക്കെ കാണാൻ പോകണമെന്ന് അറിയില്ല. But this was like the best view so far. Hey Zune.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിലെത്തി. വാൽഡിഫ്യൂൺസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇറ്റ്സ് എ വെരി പീസ്ഫുൾ വാലി വിത്ത് എ സീനിക് വ്യൂ. നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അവിടുത്തെ വീടുകളായാലും നല്ലൊരു ഗാർഡൻ സെറ്റപ്പിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല ഭംഗിയിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീടുകൾ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വാൽഡിഫ്യൂൺസും. നമ്മുടെ അടുത്ത ലൊക്കേഷനും ഈ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ്. സെൻറ്റ് ജോഹാൻസ് ചേർച്ച് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അതൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ആ കുന്നൊക്കെ കയറി ചെല്ലണം. എനിക്ക് ഡോളോമൈറ്റ്സിൽ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഹാഫ് ഡേ ഐറ്റിനറിയിൽ എല്ലാം കൂടെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളൊരു 3 ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നിങ്ങൾ ഡോളോമൈറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2-3 ഡേയ്സിൻ്റെ ട്രിപ്പെങ്കിലും പ്ലാൻ ചെയ്യുക. കാരണം അതിനും മാത്രം സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. പക്ഷേ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരിക്കലും നമുക്ക് റിലയബിൾ അല്ല. എന്തായാലും ഒരു റെൻ്റ് കാർ എടുത്തിട്ടേ നിങ്ങൾ വരാവൂ. കാരണം ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 35 to 45 മിനിറ്റ്സോളം ഡ്രൈവ് വരുന്നുണ്ട്. അതും കൂടിയാണ് ഒരു ഡ്രോബാക്കും. കാരണം നമുക്ക് ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് എത്താനും നമുക്ക് ലേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ശരിക്കും സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇതോടുകൂടി ഞങ്ങൾക്ക് പകുതി സാറ്റിസ്ഫൈ ആയി. കാരണം സ്വിറ്റ്സർലാൻഡിൻ്റെ അതേപോലത്തെ വ്യൂ ആയിരുന്നു ഈ ഒരു സ്ഥലം മുഴുവനും. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. സെയിൻറ്റ് ജോഹാൻസ് ചേർച്ചിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ നടക്കുകയാണ്. അവിടുത്തെ എൻട്രൻസിൽ നമുക്കൊരു €4 പേ ചെയ്യാനുണ്ടായിരുന്നു പെർ പേഴ്സൺ ഫോർ എൻട്രി. അപ്പോൾ ആ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാ, വെരി സിമിലറാ. ലൈക്ക് ഇതാരെന്നറിയോ? ഇതാണ് ആടുമ്പ. ഇത് ആടുമ്പ, അത് ചെറിയ ആടുമ്പ. അത് അതിനേക്കാളും ചെറിയ ആടുമ്പ. ഏതാടുമ്പനെ ഏറ്റവും ഇഷ്ടമായ? ഏതാടുമ്പേന് ഇഷ്ടമായ?
അങ്ങനെ സെൻറ്റ് ജോഹാൻസ് ചർച്ചിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. എൻട്രി ഫീ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളിയിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നു, പക്ഷേ ചർച്ച് ലോക്ക്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇറ്റലി ട്രിപ്പ് ഈ ഒരു സമയത്ത് പ്ലാൻ ചെയ്തതിൻ്റെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. എല്ലാ ട്രീസും ഓട്ടം കളേഴ്സ് ആയിരുന്നു, എവിടെ നോക്കിയാലും ഓട്ടം കളേഴ്സ് ആയിരുന്നു 3 ദിവസവും ഞങ്ങൾ കണ്ടത്. പിന്നെ മാത്രമല്ല നമുക്ക് ക്ലൈമറ്റ് വൈസ് ആയാലും പീക്ക് സീസണിലൊക്കെ നല്ല സമ്മർ ടൈം ആണല്ലോ, അപ്പോൾ നമുക്ക് കുറേ ദൂരം നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഓട്ടം സീസൺ ആയതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റ് വൈസ് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആൻഡ് തേർഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് എല്ലായിടത്തും ക്രൗഡ് ഭയങ്കര കുറവായിരുന്നു. ലേക്ക് കോമോയിലും ഭയങ്കര കുറവായിരുന്നു. വെനിസിൽ നിങ്ങൾ വ്ളോഗിൽ ക്രൗഡ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ശരിക്കും പീക്ക് സീസണിലൊന്നും ആ സ്ഥലത്ത് നമുക്ക് സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടാവാറില്ല എന്നാണ് എല്ലാവരും നമ്മൾ പറഞ്ഞ് കേട്ടേക്കണേ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അത്രയ്ക്ക് ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഡോളോമൈറ്റ്സിൽ ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എക്സ്പീരിയൻസിനെയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. കാരണം വാൽഡിഫ്യൂൻസിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്യാനുള്ള മെയിൻ കാരണം അത്രയും സമയം നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഓൾറെഡി ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറ്റലിയിൽ ചെന്ന 4 ദിവസവും പാസ്ത തന്നെയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ജനറലി പാസ്ത ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. പിന്നെ ഇറ്റലിയിലേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ മെയിൻ അജണ്ടയായിരുന്നു അവിടുത്തെ പാസ്ത ടേസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. എനിക്ക് കുറേ ഡിഫറെൻറ്റ് ഡിഷസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാസ്ത തന്നെയായിരുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് 4 ദിവസവും ഞാൻ കഴിച്ച പാസ്തയും ഇതുവരെ ഞാൻ കഴിക്കാത്ത അത്രയും ടേസ്റ്റുള്ള പാസ്തയായിരുന്നു. അതുകൊണ്ട് നോ റിഗ്രറ്റ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്ലേവർഫുൾ. ഇങ്ങനെ ടൊമാറ്റോ സോസ്, ബീഫ് സോസ് എല്ലാതും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമായോ? ആവശ്യമല്ലേ? ഓ, അടിപൊളി ഡിന്നറായിരുന്നു അല്ലോ പിന്നെ, അല്ലേ? നിനക്ക് ഇഷ്ടമായോ എൻ്റെ പിസ്സ? മീറ്റൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പാസ്തയിൽ ഇപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് പാസ്ത ഇന്നത്തെ ആയിരുന്നു. ആൻഡ് ഐ ലൈക്ക് ദ റാസ്ബെറി ഡ്രിങ്ക് ഇസ് വെരി. അങ്ങനെ നല്ലൊരു ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർബിഎൻബിയിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. ചെക്കിൻ്റെ സമയത്ത് അവിടെ ഹൗസ് ഓണർ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സ്റ്റേജിലൊന്നും അങ്ങനെ ചെക്ക് ഇൻ സമയത്ത് ആരും ഉണ്ടാവാറില്ല. യൂഷ്വലി സെൽഫ് ചെക്കിൻ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഹൗസ് ഓണറിനെ പരിചയപ്പെടാൻ പറ്റിയ നല്ലൊരു കോസി സ്റ്റേ ആയിരുന്നു നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫോട്ടോസിൽ കണ്ട പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൗസ് തന്നെയായിരുന്നു. പുറത്ത് നല്ല വ്യൂ ഒക്കെ ഉണ്ട്, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ അടുത്ത വ്ളോഗിൽ അതൊക്കെ കാണിക്കാം. ആൻഡ് ഇവിടെ ഇറ്റലിയിൽ ഉള്ള എല്ലാ സ്റ്റേജിലും ഒരുവിധം ടോയ്ലറ്റ്സിൽ ബിഡേ ഭയങ്കര കോമൺ ആണ് കേട്ടോ. ബിഡേ ഇസ് ലൈക്ക് വാഷ് ചെയ്യാനുള്ളൊരു സെപ്പറേറ്റ് ഏരിയ. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് അപ്പുറത്ത് നമുക്ക് വാഷ് ചെയ്യാം. എനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും ഇന്ത്യൻ ടോയ്ലറ്റ്സ് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഏർപ്പാടായിട്ട് തോന്നി. ഇറ്റലിയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഡോളോമൈറ്റ്സിലെ ഒരു ദിവസം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ പോകാൻ പോകുന്നത് മിലാനിലേക്കാണ്. സോ സീ യു ഓൾ ഓൺ Day 4. ടാറ്റാ.